ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കണതേ ക്യാമറയിൽ 100x സൂമിൽ കുറച്ച് ചെറിയ ഫ്ലവേഴ്സാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇന്നൊന്ന് ഫോട്ടോ എടുത്ത് നോക്കട്ടെ. ഫോട്ടോ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ പ്രോസസ്സിംഗ് ആണ്. എൻ്റെ മോനെ, ആ പുല്ലിൻ്റെ ഇടയിലുള്ള ചെറിയ ഫ്ലവേഴ്സാണ് പറയുന്നത് ഈ ഒരു ലെവലിൽ ഫോട്ടോ കിട്ടിയത്. X300 FE സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സർ വരുന്നുണ്ട്. പക്ഷേ ക്യാമറ മോശമാണെന്ന് ചില ആൾക്കാർ പറഞ്ഞു കേട്ടു. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. 85mm ആണ് സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ടെലിഫോട്ടോ ലെൻസിലാണ് ഫോട്ടോ വരിക. അതുപോലെ തന്നെ ഇവിടുത്തെ F വാല്യൂ ഉണ്ടല്ലോ, അത് ഏറ്റവും കുറച്ചിടട്ടാ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി. അതും പോർട്രേറ്റ് വീഡിയോയിലാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. പോർട്രേറ്റ് വീഡിയോയിൽ നമുക്ക് HD 30 FPS വരെ വീഡിയോ എടുക്കാൻ പറ്റും. ഇനി നോർമൽ സെൽഫി വീഡിയോ ആണെങ്കിൽ നമുക്ക് 4K 60 FPS വരെ വീഡിയോ എടുക്കാൻ പറ്റും. എങ്ങനെയുണ്ട് ക്വാളിറ്റി? നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ വൈഡ് ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന വീഡിയോ ക്വാളിറ്റി. 8 MP ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 4K സപ്പോർട്ടൊന്നുമില്ല. 4K സപ്പോർട്ട് വേണമെങ്കിൽ മിനിമം നമുക്ക് 12 MP വേണമെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ കുറച്ച് കുറവ് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ക്വാളിറ്റിയാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ എടുക്കുമ്പോൾ കിട്ടുന്ന വീഡിയോ ക്വാളിറ്റി. 4K 120 FPS അല്ലെങ്കിൽ 8K 30 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. മാക്സിമം സൂം സപ്പോർട്ടായിട്ട് നമുക്ക് 15x സപ്പോർട്ടും വരുന്നുണ്ട്. സോ വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ബാക്ക് ടു നമ്മുടെ സെൽഫി ക്യാമറ. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇതിൽ നമുക്ക് 4K 120 FPS സപ്പോർട്ട് ഉണ്ട്. പക്ഷേ അത് മെയിൻ സെൻസറിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ടെലിഫോട്ടോ ലെൻസിൽ ആ ഒരു 4K 120 FPS സപ്പോർട്ട് ഇല്ല. അതുപോലെ തന്നെ 8K 30 FPS ആണെങ്കിലും മെയിൻ സെൻസറിലേ ഉള്ളൂ. ആക്ച്വലി ആ 4K 120 FPS അല്ലെങ്കിൽ 8K 30 FPS ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അത്രയും സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നില്ല. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും പ്ലേ ചെയ്യുന്ന സമയത്താണെങ്കിലും. ഒരുപക്ഷേ അതിന് കാപ്പബിൾ ആയിട്ടുള്ള ഡിവൈസുകളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് റൺ ആവുമായിരിക്കും. അങ്ങനെ ഒരു ലിമിറ്റേഷൻ എനിക്ക് തോന്നി. X300 FE നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം.